അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തോട് നേരാംവണ്ണമാണോ പ്രതികരിക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ പരിശോധിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായുള്ള നേതാക്കൾ അദ്ദേഹത്തോട് നേരാംവണ്ണമാണോ ഇപ്പോൾ മരണാനന്തരവും പ്രതികരിക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാക്കളും പ്രവർത്തകരും തന്നെ പരിശോധിക്കട്ടെ ഹർഷ. അതായത് നമ്മുടെ ആളുകളെന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഹർഷ, നമ്മുടെ ആളുകളിൽ നിന്ന് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു കത്തെഴുതി വെക്കുമ്പോൾ ഒരാൾ നമ്മുടെ ആളുകൾ എന്ന് പറയുമ്പോൾ ആരാണ്? അത് നമ്മുടെ ആളുകളാണ്. ഞാൻ എൻ്റെ ആളുകൾ എന്ന് ഞാൻ എൻ്റെ ഒരു ഏറ്റവും ഒടുവിലത്തെ കത്തിൽ അല്ലെങ്കിൽ വർത്തമാനത്തിൽ ഒരാൾ പറയുമ്പോൾ അത് ഹൃദയം കൊണ്ട് എഴുതുന്നതാണ്. നമ്മുടെ ആളുകൾ ആരാണ്? അദ്ദേഹം, ഞാൻ മനസ്സിലാക്കിയെടുത്ത്, ഞാൻ അവിടുത്തെ നമ്മുടെ റിപ്പോർട്ടർമാരോട് ചോദിച്ചു, അദ്ദേഹം വളരെ ചെറുപ്രായം തൊട്ട് ഈ സംഘപരിവാര ബന്ധുവായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അദ്ദേഹം മറ്റേതും പാർട്ടിയിൽ നിന്ന് വന്ന ആളല്ല. അദ്ദേഹം വളരെ ചെറിയ പ്രായം തൊട്ട് അവരുടെ സകല സംവിധാനങ്ങൾക്കകത്തൂടെയും വന്നൊരാളാണ്. നമ്മുടെ ആളുകളെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അനിലിന് ഒരൊറ്റ ആളേ ഉള്ളൂ, അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരാണ്. അതായത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവ് നമ്മുടെ ആളുകൾ എന്നതിനെ വ്യാഖ്യാനിക്കാൻ പോയത് കണ്ടോ ഹർഷ? ഇതൊക്കെ പരിഹരിക്കാൻ ഇനിയും മാർഗ്ഗങ്ങളുണ്ട്, ഇനിയും പരിഹരിക്കാൻ എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ട്. പക്ഷേ മരിച്ചുപോയ മനുഷ്യരുടെ ഡിഗ്നിറ്റി, അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കുടുംബാംഗങ്ങളുടെ ഡിഗ്നിറ്റി, അദ്ദേഹത്തെ വലിയ നേതാവായി കണ്ടിരിക്കുന്ന മനുഷ്യരുടെ ഡിഗ്നിറ്റി, അത് പരിഗണിക്കാനുള്ള അവകാശമില്ലേ അല്ലെങ്കിൽ ഉത്തരവാദിത്വമില്ലേ ഈ നേതാക്കൾക്ക്? നമ്മുടെ ആളുകൾ എന്നതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിനുശേഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ അങ്ങനെ നിലക്ക് നമുക്ക് ഒരു വലിയ പാർട്ടിയിലെ, നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയിൽ ആ നിലക്ക് പരിഹരിക്കാം എന്ന് തന്നെ കണക്കാക്കണം. പക്ഷേ നമ്മുടെ ആളുകൾ എന്ന് അദ്ദേഹം പറയുന്നതിനെ തള്ളിക്കളയുകയല്ല. നമ്മുടെ ആളുകൾ എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആരാണെന്ന് അരിഭക്ഷണം കഴിക്കുന്ന ആൾക്കെല്ലാം മനസ്സിലാകും.